എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് ഒക്കെ ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ കോൺസെപ്ച്വലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്ന സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം മാത്രമാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2 ചോദ്യങ്ങളാണ് പൊതുവേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് 2ാമത്തെ ചോദ്യമാണ്. ഇന്നത്തെ മൊത്തം 6ാമത്തെ ചോദ്യമാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഈ ചോദ്യങ്ങൾ, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് MSP താങ്ങുവില എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. മിനിമം സപ്പോർട്ട് പ്രൈസ്, ഗവൺമെൻറ് നിശ്ചയിക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, താങ്ങുവില മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നത് ശുപാർശ ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, CACP എന്ന ബോഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ങുവില മിനിമം സപ്പോർട്ട് പ്രൈസ് MSP എന്നത് ശുപാർശ ചെയ്യുന്നത് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് എന്നാണെന്ന് പറയുന്നു. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, താങ്ങുവില എന്നത് ഗവൺമെൻറ് കർഷകരിൽ നിന്നും കാർഷിക വിളകൾ വാങ്ങുന്ന നിരക്കാണ്. ഗവൺമെൻറ് കർഷകരിൽ നിന്നും അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന നിരക്കാണ് താങ്ങുവില എന്ന് പറയുന്നു. 3, വിളവെടുപ്പ് സമയം കഴിഞ്ഞാണ് ഒരു കാർഷിക വിളയുടെ താങ്ങുവില പ്രഖ്യാപിക്കുന്നത്. വിളവെടുപ്പ് അതായത് ഈ പറഞ്ഞ വിത്ത് വിതക്കുന്നതിന് മുമ്പാണോ അല്ല വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണോ ഇത് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. വിളവെടുപ്പ് സമയം കഴിഞ്ഞാണ് ഒരു കാർഷിക വിളയുടെ താങ്ങുവില പ്രഖ്യാപിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഉത്തരങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. MSP വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. MSP മിനിമം സപ്പോർട്ട് പ്രൈസ് കർഷകരെ ഈ പറഞ്ഞ കടക്കണിയിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് അർഹമായ പൈസ, അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റും 1.5 ടൈംസ് ഓഫ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് MSP എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ താങ്ങുവില എന്ന് പറയുന്നത് ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള CACP, കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ബോഡി തന്നെയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2, താങ്ങുവില എന്നത് ഗവൺമെൻറ് കർഷകരിൽ നിന്നും കാർഷിക വിളകൾ വാങ്ങുന്ന നിരക്കാണ്. ബേസിക് കോൺസെപ്റ്റ് എന്താണ് MSP എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണത്? താങ്ങുവില എന്നത് ഗവൺമെൻറ് കർഷകരിൽ നിന്നും പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് ഇന്ന നിരക്കിൽ പ്രൊക്യൂർ ചെയ്യണം, അല്ലെങ്കിൽ അത് സംഭരിക്കണം എന്ന് വിചാരിക്കുന്ന ആ നിരക്കാണ് എന്ത് താങ്ങുവില എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. 3, വിളവെടുപ്പ് സമയം കഴിഞ്ഞാണ്, അതായത് ഹാർവെസ്റ്റിങ്ങിൻ്റെ സമയം അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കാർഷിക വിളയുടെ താങ്ങുവില പ്രഖ്യാപിക്കുന്നതെന്ന് പറയുന്നു. ഇതൊരു ഫണ്ടമെൻ്റൽ ചോദ്യമാണ്. ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. MSP തീരുമാനിക്കുന്നത് ഒരു ക്രോപ്പ് സീസണിൻ്റെ തുടക്കത്തിലാണ്, അല്ലാതെ വിളവെടുപ്പ് സമയത്തല്ല ഈ MSP എന്ന് പറഞ്ഞ മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ താങ്ങുവില പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ആ ക്രോപ്പ് സീസൺ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ വർഷം ഇന്നതാണ് താങ്ങുവില എന്ന് പ്രഖ്യാപിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ 2 ശരിയാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ A ആണ് ഉത്തരം. അപ്പോൾ MSP എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ സമയത്ത് കോവിഡ് പാൻഡമിക്കിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് വരുന്ന ഒരു കർഷകർക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ലിവിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കാർഷിക വിളകളായാലും ശരി, അവരുടെ ഉൽപ്പന്നങ്ങളായാലും ശരി, ഈ കാർഷിക വിളകൾ ഗവൺമെൻറ് കൃത്യമായ രീതിയിൽ ഒരു പൈസ ഫിക്സ് ചെയ്ത് പ്രൊക്യൂർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് MSP. അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായാലും ഉണ്ട് ടോപ്പിക്കിൽ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.